മെൻ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് മെൻ്റലിസം. മെൻ്റലിസം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23 വർഷം മുമ്പും മെൻ്റലിസം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതാണല്ലോ ഏതൊരു കലാകാരൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടി ആയിട്ടാണ് മെൻ്റലിസം എന്നുള്ള പേരിട്ടത്. ശരിക്കും മൈൻഡ് റീഡിങ് പോസിബിൾ ആണ്. ഇപ്പോൾ ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എന്നാൽ താളൊന്ന് കണ്ടുപിടിക്കുക, എനിക്കൊന്ന് കാണണം എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ബുദ്ധിമുട്ടായിരിക്കും. ഈ മെൻ്റലിസ്റ്റിൻ്റെ പ്രസൻസ് മതി ഈ പോലീസ് ക്വസ്റ്റ്യനിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്തനായ മെന്റലിസ്റ്റ് യദുനാഥ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. യദു, എവിടെയാണ് സ്വദേശം? സ്വദേശം കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം എന്ന് പറയുന്ന സ്വദേശത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. ഇപ്പോൾ കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് 23 വർഷങ്ങളായിട്ട് യദു ഈ മാജിക്കും മെന്റലിസവും ചെയ്യുന്നുണ്ട്. മെന്റലിസത്തിലേക്ക് കൂടുതൽ അഡ്വാൻസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? മെൻ്റലിസം ഒരു ഒഴുക്കിലങ്ങ് മെയിൻ സ്ട്രീമിലേക്ക് കയറി വന്നതാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. കാരണം മെൻ്റലിസം ഞാൻ പറഞ്ഞത് 23 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ്, മജീഷ്യനായിട്ട്. അപ്പോൾ മെൻ്റലിസം അതുപോലെ തന്നെ മാജിക്കിൻ്റെ കൂടെ തന്നെ എത്രയോ കാലമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഇന്ത്യയിൽ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഈ അടുത്ത കാലത്താണ് ഇപ്പം നമ്മൾ കേൾക്കുന്ന ഈ മെൻ്റലിസ്റ്റ് എന്നുള്ള വാക്കുകളൊക്കെ ഫേമസ് ആയി തുടങ്ങിയ സമയത്താണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്താണെന്നുള്ള. ആ ഒരു സമയത്ത് തന്നെയാണ്, ഒരു 10 വർഷമായിട്ടുണ്ടാവും ഇപ്പം ഞാൻ മെൻ്റലിസം മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. മെൻ്റലിസം ഒരു സയന്റിഫിക് സബ്ജക്റ്റ് ആണോ അതോ ഒരു ആർട്ട് ഫോം ആണോ? ഒരു പെർഫോമൻസ്, ഒരു ഷോ കണ്ടക്ട് ചെയ്യാൻ ചെയ്യുന്ന മാജിക് പോലെ തന്നെയുള്ള ഒരു സബ്ജക്റ്റ് ആണോ അതൊരു സയന്റിഫിക് സബ്ജക്റ്റ് ആണോ? മെൻ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് മെൻ്റലിസം എന്ന് പറഞ്ഞാൽ. പക്ക എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞു, ഇത് ഇന്ത്യയിൽ ഡെവലപ്പായ ഒരു ആർട്ട് ഫോം അല്ല. വിദേശ നാടുകളിൽ ഇത് വന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തെടുത്താണ് നമ്മൾ പെർഫോം ചെയ്യുന്നതാണ്. അവിടെയൊക്കെ ഇത് പെർഫോം ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ നാട്ടിലേക്ക് എടുക്കുന്ന സമയത്ത് ഇത് പല തലങ്ങളിലേക്ക് പോയി. ഇത് സൂപ്പർ നാച്ചുറൽ പവറാണെന്നും അങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മെൻ്റലിസ്റ്റുകൾ തന്നെ. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ അതൊന്നുമില്ല. അവിടെ എൻ്റർടൈൻമെൻറ്റ് ആർട്ട് ഫോം തന്നെയാണ്. സോ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് എടുത്തത്. ഇവിടുന്ന് പല തലങ്ങളിലേക്ക് മാറിപ്പോയി എന്നുള്ളൂ. ശരിക്കും ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതൊരു പെർഫോമൻസ് ആർട്ടാണ്. ഇതിൽ ട്രിക്കുകൾ ഇൻവോൾവ് ആണ്. അതിൽ മാജിക്കിൻ്റെ ട്രിക്കുകൾ ഇൻവോൾവ് ആവുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു സൈക്കോളജി പാർട്സുകൾ ഇതിൽ വരുന്നുണ്ട്. സയൻസ് വരുന്നുണ്ട്. മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും ഒരു ബ്ലെൻഡ്. നമ്മൾ മാജിക്കിനെ പറയുന്ന പോലെ തന്നെ എല്ലാറ്റിൻ്റെയും ഒരു ബ്ലെൻഡ് തന്നെയാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ മജീഷ്യൻസിനോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് മെൻ്റലിസവും മാജിക്കും തരംതിരിക്കാൻ പറ്റില്ല. കാരണം രണ്ടും കെട്ടുപണിഞ്ഞ് കിടക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. രണ്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് മാത്രമാണ്. പ്രേതം എന്ന സിനിമ വന്നതിന് ശേഷമാണ് മെൻ്റലിസം എന്നുള്ള പേര് ഞാനും എനിക്ക് തോന്നുന്നത് ഒന്നടങ്കം കേരളീയരും കേൾക്കുന്നത്. അതിനു മുമ്പ് വരെ മാജിക് എന്നുള്ളതായിരുന്നു. അപ്പം യദു മാജിക്കിലാണോ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? 23 കൊല്ലം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് നാള് മുമ്പാണ്. അത് മാജിക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനും തുടങ്ങിയ സമയത്ത് മെൻ്റലിസം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23 വർഷം മുമ്പും മെൻ്റലിസം ഉണ്ടായിരുന്നു. അത് ഇന്ത്യയിലല്ല, വിദേശത്തായിരുന്നു. ഞാനും ഈ പ്രേതം എന്ന് പറയുന്ന ഒരു സമയത്ത് പബ്ലിക് ആൾക്കാർ ഇത് കൂടുതൽ ഏറ്റെടുത്തതിന് ശേഷമാണ് ഞാനും ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. പ്രേതം ഇറങ്ങിയതിന് ശേഷമല്ല, ആ ഒരു കാലഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു 2015-16 ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും ഇതിൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനു മുമ്പും നമ്മളിത് ചെയ്യുന്നതാണ്. പക്ഷേ മാജിക് എന്ന പേരിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത്. അത് മെൻ്റലിസം എന്ന് പറയുന്ന ഒരു സംഭവം ആൾക്കാരെ ഏറ്റെടുത്തതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത്. പ്രേതം ഇറങ്ങുന്ന സമയത്തൊക്കെ വളരെ കുറച്ച് മെൻ്റലിസ്റ്റുകൾ മാത്രമേ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഞാനടക്കം മെൻ്റലിസ്റ്റ് എന്നുള്ള പേര് സ്വീകരിച്ചത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ എൻ്റെ വീട് കാസർഗോഡ് നീലേശ്വരത്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അത്യാവശ്യ കാര്യത്തിന് റോഡിലേക്ക് ബൈക്ക് എടുത്ത് ഇറങ്ങിയപ്പോൾ പോലീസ് കൈ കാണിച്ച് നിർത്തി. അപ്പോൾ കൈ കാണിച്ച് നിർത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, ഹെൽമെറ്റ് വെച്ചില്ലല്ലോ, എന്താ ഫൈൻ അടച്ചിട്ട് പോകണം? നമ്മൾ അടയ്ക്കാം. അപ്പോൾ ഫൈൻ എഴുതുന്നതിൻ്റെ സമയത്ത് എന്നോട് എന്താ ചെയ്യുന്നത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു മെൻ്റലിസ്റ്റാണ്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറയും, താങ്കളൊരു അത് റെസ്പെക്റ്റ് ആയി. പിന്നെ സാറിന് വിളിക്കാൻ തുടങ്ങി. താങ്കളൊരു മെൻ്റലിസ്റ്റ് ആയിട്ടും ഇത് സാറിന് അറിയില്ലേ, സാർ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ റിയലൈസേഷനിൽ പോയി. അതായത് മുമ്പ് മാജിക് ചെയ്യുന്ന സമയത്ത് ഇതേ ഒരു സിറ്റുവേഷനിൽ പോലീസ് ചെക്കിങ്ങിൽ പിടിച്ചപ്പോൾ ഇതേ സിറ്റുവേഷന് എന്നോട് ചോദിച്ചാൽ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു മജീഷ്യനാണ് പറഞ്ഞപ്പോൾ അത് മാജിക് കളിച്ച് ഇങ്ങനെ നടന്നാൽ മതി, ഇത് ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട,
എന്ന് പറഞ്ഞൊരു സമയമാണ്. അപ്പം മെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴുണ്ടായിരുന്ന ഒരു ഡിഫറൻസും മെജീഷ്യൻ എന്ന് പറഞ്ഞപ്പോഴുണ്ടാവുന്ന മാജിക് എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ അത്രയും പോപ്പുലറാണ്. അതുകൊണ്ടാണ് അവരത് അവരുടെ സ്വന്തം അവർക്ക് അറിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവരങ്ങനെ സംസാരിക്കുന്നത്. മെൻ്റലിസം എന്ന് പറയുന്നതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആ പോലീസുകാരൻ എന്നോട് പെരുമാറിയത്. സോ ഇതാണ് രണ്ടിൻ്റെയും ഡിഫറൻസ്. നമുക്കിപ്പോൾ മെൻ്റലിസ്റ്റ് എന്നുള്ള പേരിട്ടാൽ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ചൊരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. മെജീഷ്യൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഒന്നാമത്തെ അത് റിയാലിറ്റിയാണ്, ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതാണല്ലോ ഏതൊരു കലാകാരൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടി ആയിട്ടാണ് മെൻ്റലിസ്റ്റ് എന്നുള്ള പേരിട്ടത്. മെൻ്റലിസ്റ്റ് ആക്ച്വലി പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ അറിഞ്ഞു തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ കാലം ആയിട്ടേ ഉള്ളൂ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. മെന്റലിസം നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ചില വാക്കുകൾ എന്ന് പറയുന്നത് മൈൻഡ് റീഡിങ്, ടെലിപ്പതി. ഈ ടെലിപ്പതി എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, മെന്റലിസം അല്ല. മെന്റലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ മൈൻഡ് റീഡിങ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ആക്ച്വലി മൈൻഡ് റീഡിങ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? ശരിക്കും മൈൻഡ് റീഡിങ് പോസിബിൾ ആണ്. എങ്ങനെയാണെന്നുള്ള തലങ്ങളുണ്ട്. ഇപ്പം ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു മെൻ്റലിസ്റ്റിന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും പറയാൻ സാധിക്കും. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് താങ്കളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, റിയലാണ്. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള സൈഡ്, കുറച്ച് ടെക്നിക്കൽ സൈഡ് എന്ന് പറയും. ഇതിൽ ചിലപ്പോൾ സൈക്കോളജി ഒരു പാർട്ടാവാം, ചിലപ്പോൾ മാജിക് ട്രിക്കുകൾ ഇതിലൊരു പാർട്ടാവാം. ഇങ്ങനെ പല ഘടകങ്ങളും ചേർന്നിട്ടാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പെർഫോമൻസ് മാത്രമാണ് ഈ മെൻ്റലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പെർഫോമൻസ് ചെയ്യുമ്പോഴാണ് ഇത് ഈ ഒരു മെൻ്റലിസ്റ്റ് ആസ്പെക്റ്റിലേക്ക് വരുന്നത്. പെർഫോമൻസ് സൈഡിലാണ് ട്രിക്ക്, അതായത് നമ്മുടെ ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പല പല ട്രിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, പല സിറ്റുവേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സാർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് സാർ ഫസ്റ്റ് മൊബൈൽ ലോക്ക് ഓപ്പൺ ചെയ്തു. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ആ ലോക്ക് ശ്രദ്ധിക്കുക, എനിക്കിപ്പോൾ ആ ലോക്ക് അറിയാം എന്താണെന്നുള്ളത്. ഇത് മെൻ്റലിസ്റ്റ് പറയില്ല, നമ്മൾ ചിന്തിക്കുന്ന വഴിയാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ വേണമെങ്കിൽ സാറിന്റെ ഫോൺ തരും, ഞാൻ അൺലോക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അത് കാണിക്കാം. ഞാൻ അങ്ങനെ അറിഞ്ഞു സാറ് ടൈപ്പ് ചെയ്യുന്നത് ഞാൻ നോക്കി, ഇത്രയേ ഉള്ളൂ. എന്തിനാ ഹാക്കിംഗ് പഠിക്കുന്നത്? ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കിയാൽ പോരെ എന്ന് സിനിമയിൽ പറയുന്നത് സെയിം. ഇതിന് വഴികൾ നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ചില ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എന്നാൽ താളൊന്ന് കണ്ടുപിടിക്കുക, എനിക്കൊന്ന് കാണണം എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊക്കെ വഴികൾ ഡിഫറെൻ്റ് ആണ്. പ്രസന്റേഷൻ സെയിം ആയിരിക്കും. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. നമ്മളിപ്പോൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇത്രേ ആയിട്ടുള്ളൂ. സാർ എന്നോട് ഒരു കാര്യം ഓപ്പൺ ആയിട്ട് സംസാരിക്കേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു സമയത്ത് തന്നെ സാറിന്റെ മനസ്സിലൊരു കാര്യം ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സാറിന്റെ ATM നമ്പറോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന്റെ പേരോ അങ്ങനെയൊന്നും ഞാൻ പോകുന്നില്ല. കാരണം അതൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഞാൻ ഈസി ആയിട്ട് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഈസി വേ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ ഞാൻ കണ്ടുപിടിക്കാം. ഞാനൊരു സ്റ്റോറി പറയാം. ശരി, ആ സ്റ്റോറി ജസ്റ്റ് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ആ സ്റ്റോറി കാഴ്ചകളായിട്ട് ദൃശ്യങ്ങളായിട്ട് മനസ്സിനകത്ത് കൊണ്ടുവരാം. അപ്പം എനിക്ക് കുറച്ചും കൂടി ഈസിയാവും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ എക്സൈറ്റ്മെന്റ് ഒന്നും വേണ്ട, നോർമൽ ടോക്കായിട്ട് ഇരുന്നാൽ മതി. ഞാൻ എത്രയധികം ഡിഫിക്കൽട്ട് ആക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെമോ ആണ്, ഒരു പരീക്ഷണമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. സാർ ഇപ്പം ഉള്ളത് ഒരു ഘോര വനത്തിലാണ് എന്ന് സങ്കല്പിക്കുക മനസ്സിൽ. നന്നായിട്ട് ഇമാജിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, സാർ ആ വനത്തിലൂടെ ഒറ്റയ്ക്ക്, കയ്യിലൊരു സ്റ്റിക്കൊക്കെ ഉണ്ട്. നോർമലി നടന്നു പോകുമ്പോൾ ഒരു സേഫ്റ്റിക്കൊക്കെ ആയിട്ട് നമ്മൾ കയ്യിൽ കയറുന്ന സ്റ്റിക്കൊക്കെയാണ്. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവാണ്. കുറച്ചുകൂടെ മുന്നോട്ട് എത്തുന്ന സമയത്ത് സാറിൻ്റെ ഉള്ളിൽ ഭയം ഇങ്ങനെ കയറി വരികയാണ്. കാരണം ഒറ്റയ്ക്കാണ്, വേറെ ആരും ഇല്ല, ഘോരവനമാണ്, ഇരുട്ടായി തുടങ്ങി, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് സാറിൻ്റെ മുന്നിൽ സാറിനെ ശരിക്കും പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അതൊരു ജീവിയാവാം, മൃഗമാവാം, അല്ലെങ്കിൽ നമ്മുടെ തോന്നൽ പ്രേതമാവാം, എന്തുമാവാം. അങ്ങനെ ഒരു സംഭവം സാറിന് മുന്നിൽ വന്നു എന്ന് വിചാരിക്കാം. വന്നോ? ശരിക്കും വന്നു. ഓക്കെ, പറയണ്ട കേട്ടോ. അതെന്താ വന്നതെന്നുള്ളത് മനസ്സിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരെ. ഓക്കെ, എനിക്ക് ഇത്ര വരെ എനിക്ക് കഥ ഒരു സപ്പോർട്ട് തന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞ സജഷനിലാണ് സാർ ഇപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് മനസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഞാൻ കുറച്ച് ഫോഴ്സിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സാറിൻ്റെ മനസ്സിലേക്ക് ഇട്ടിട്ടുണ്ട്, എനിക്ക് കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അത് മനസ്സിലുണ്ടല്ലേ? ഓക്കെ, ഈ കയ്യിലൊരു വടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വടി വെച്ച് എന്തെങ്കിലും കാണിച്ചാൽ അതങ്ങ് പോകാൻ സാധ്യതയുള്ള സാധ്യതയുള്ള എന്തോ ആണ് അല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ ഒരു ജീവിയാണ്. ആണോ? ആണ്. ഓക്കെ, ഈ വടിയുമായിട്ട് ഈ ജീവിക്ക് ഭയങ്കര ഒരു റിലേഷൻ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു റിലേഷൻ ഉണ്ട് ഈ വടിയും ഈ ജീവിയും തമ്മിൽ. ഉണ്ടോ? ഉണ്ട്. ഓക്കെ, പാമ്പാണോ? ആണോ?
ദിസ് ഈസ് റിയലി എക്സൈറ്റിംഗ് കേട്ടോ. കാര്യം ഞാൻ ഇതിപ്പോ എത്രമാത്രം ഇത് കാണുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന എനിക്കറിയില്ല. ഞാൻ സാറിനോട് ചോദിച്ചിട്ടൊന്നുമില്ല, സാർ എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. അതിന്റെ ആവശ്യമില്ല. കാരണം ഒരാളുടെ മനസ്സിലുള്ള കാര്യം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതൊരു പ്രൊസീഡിങ് ഉണ്ട് അതിന്. ഞാൻ അതൊന്നും ഇല്ലാതെ ഒരു ലോങ് പ്രൊസീഡിങ് ഒന്നും പോവാതെ ഞാൻ പറഞ്ഞൊരു കുറച്ച് ഇൻസ്ട്രക്ഷൻ വഴിയാണ് സാർ ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഏരിയയിൽ സാറിന് സങ്കല്പിക്കാൻ പറ്റുന്ന വളരെ ചുരുക്കം സംഭവങ്ങളേ ഉള്ളൂ. അതിനെ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടൊന്ന് ഈ വടിയൊക്കെ കണക്ട് ചെയ്ത് ഒരു ഇതിലേക്ക് അതാണ് ഇതിൻ്റെ ഒരു മെന്റലിസം. ഓക്കെ, ഇത് റിയലി സയന്റിഫിക് ആണോ അതോ ഇതില് ഞാൻ പറയുന്ന മാതിരി, കാര്യം ഞാൻ പറഞ്ഞ ഒബ്ജക്റ്റിനെ ഇപ്പം കാട്ടിൽ തന്നെ പോകണമെന്നില്ല, നാട്ടിൽ കണ്ടാലും പേടിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് വളരെ കറക്റ്റ് ആയിട്ട് വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ ഇതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി മാജിക്കൽ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുമ്പോൾ സയൻസ് റിലേറ്റഡ് ആണ്, സൈക്കോളജി റിലേറ്റഡ് ആണെന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷവും ഈ മെന്റലിസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രിക്കുകൾ തന്നെയാണ്. ഇപ്പോൾ മാജിക്കിൻ്റെ ട്രിക്സുകളാണ് കൂടുതലായിട്ടും ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്, ഇത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ചിരിച്ചു, രസിച്ചു, അല്ലെ, ഒരു അത്ഭുതം മനസ്സിലുണ്ടായി, അല്ലെ, കാണുന്നവർക്കും അതുണ്ടായി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആർട്ട് ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കലാകാരന്മാരുണ്ട്, അധികം ആൾക്കാരും സർട്ടിഫൈഡ് അല്ല. ഇതിനും അങ്ങനെ സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ശരിക്കൊരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്ന മെന്റലിസ്റ്റ് ആണെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. കാരണം നമുക്കുള്ള പ്രശ്നങ്ങളും അതിൻ്റെ കറക്ഷൻസും എല്ലാം നമുക്ക് അവിടെ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരും. എങ്ങനെയാണെന്നറിയോ, ഇതിനെ കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ഏതെങ്കിലും പ്രായോഗിക തലത്തിൽ മെന്റലിസം യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എനിക്ക് ആ ചോദ്യം മനസ്സിലായി ക്ലിയർ ആയിട്ട്. അതായത് ഉദ്ദേശിച്ചത് കറക്റ്റ് ആണോ എന്ന് ട്രൈ ചെയ്യാം. ആ ചോദ്യം ഞാൻ തന്നെ പറയാം. ഓക്കെ, ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഒരു ഒരു പോലീസ് കേസോ അല്ലെ, ഒരു കൊലപാതകം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മെന്റലിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അതാണോ ക്വസ്റ്റ്യൻ? ഓക്കെ, ഒരു മെന്റലിസ്റ്റിന്റെ പ്രസൻസ് വെച്ചിട്ട് അത് പോസിബിൾ ആണ്. ഇൻ ദ സെൻസ്, അതായത് ഇപ്പോൾ ഒരു കൊലപാതകി ഒരു ക്വസ്റ്റ്യനിങ് റൂമിൽ ഇരുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. നോർമലി ക്വസ്റ്റ്യനിങ് ചെയ്യുന്നത് പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ആ പോലീസ് ഓഫീസേഴ്സിൻ്റെ കൂടെ ഇതൊരു മെൻ്റലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് അവിടെ ഒരാളെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഈ പ്രതിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. മെൻ്റലിസ്റ്റ് വന്നു, ഇനി ഒരു രക്ഷയില്ല എന്നുള്ള ഒരു തോന്നൽ ആ പ്രതിക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ മെൻ്റലിസ്റ്റിൻ്റെ പ്രസൻസ് മതി ഈ പോലീസ് ക്വസ്റ്റ്യനിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിയമപരമായിട്ട് എവിടെ നിൽക്കുന്ന കാര്യമല്ല കേട്ടോ. ഞാൻ അവരുടെ മാനസികാവസ്ഥയെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ള രീതി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മെൻ്റലിസ്റ്റ് വന്നു, ഇനി മനസ്സിലെല്ലാം കണ്ടുപിടിച്ച് കളയുമെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടെങ്കിൽ അവിടെ ഒരു മെൻ്റലിസ്റ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ക്വസ്റ്റ്യനിങ് ചെയ്യുക അല്ലെങ്കിൽ അയാളിങ്ങനെ നടന്നു പോയി അത് ഇമാജിൻ ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കുക, അതൊന്നും പോസിബിൾ അല്ല. ഇത് എൻ്റർടൈൻമെൻറ്റ് ആർട്ട് ഫോമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇയാളൊരു മെൻ്റലിസ്റ്റ് ആണ് എന്ന് വേറൊരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കേൾക്കുന്ന വ്യൂ ആ ഒരു ഫീല് വരുന്നില്ലേ? ആ സാധനം ഇപ്പം അത് സെയിം സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സണ്ണി, നമ്മുടെ മണിച്ചിത്രത്താഴില് ഡോക്ടർ സണ്ണി വന്ന് നിൽക്കുമ്പോൾ എല്ലാം തീർന്നു, എല്ലാം കണ്ടുപിടിക്കും എന്നുള്ളൊരു ഫീൽ അവർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ പോസിബിൾ ആണ് ശരിക്കും. കേരളത്തിലെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു പാർട്ട്ണറുടെ, കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ മനസ്സ് എന്തുകൊണ്ട് വായിച്ചറിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായിക്കൂടാ? ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിന് ട്രിക്കുകളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരും. അപ്പോൾ എനിക്കിപ്പോഴും അത് കവർ ചെയ്ത് പിടിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്കത് ഒരിക്കലും പറയാനുള്ള റൈറ്റ്സ് ഇല്ല, ട്രിക്കുകൾ റിവീൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. കാരണം ഇത് വേറെ ആരോ കണ്ടുപിടിച്ചതാണ്, നമ്മളല്ല. അപ്പോൾ അവർ കണ്ടുപിടിച്ച് പലരും യൂസ് ചെയ്യുന്നൊരു സാധനം ഒരാൾക്ക് നശിപ്പിക്കാനുള്ള അധികാരം ഇല്ല ശരിക്കും. അപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കാര്യം പറയാം. ഇപ്പം ഞാൻ നേരത്തെ മനസ്സിലുള്ളൊരു കാര്യം കണ്ടുപിടിച്ചതുപോലെ നമുക്കൊരാളുടെ മനസ്സിലുള്ള കാര്യം കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയോ? ഇയാളത് കണ്ടുപിടിച്ചോട്ടെ എന്നുള്ളൊരു മനസ്സായിരിക്കണം അവിടെ നിൽക്കുന്ന ആൾക്ക്. ഫോർ എക്സാമ്പിൾ, ഒരു ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ ഈ ആണിനോ പെണ്ണിനോ എന്തെങ്കിലും ഒരു രഹസ്യം മറച്ചു പിടിക്കാനുണ്ട് എന്ന് വിചാരിക്കാം, അവരത് പുറത്ത് വിടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും അത് ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ അവരോട് പറയാണ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെ നേരത്തെ ചോദിച്ച പോലെ കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേര്. അപ്പോൾ ഈ കാമുകൻ ചോദിക്കുകയാണ്, ഇയാൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അഫെയർ ആരാണെന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ ആ ഭാഗത്തേക്ക് പോലും ആ മനസ്സ് കൊണ്ടുപോകില്ല. തീർച്ചയായിട്ടും. അപ്പൊ അവരുടെയും കൂടെ സപ്പോർട്ട് വേണം. ഇയാളത് അതാണ് ഞാൻ പറഞ്ഞത്, മെന്റലിസം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ നമുക്ക് എന്തും ചോദിക്കാം, എന്തും കണ്ടുപിടിക്കാം.
ഒരു മെന്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനിടക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഏതെങ്കിലും ഒന്ന് പറയാമോ? ഈ അടുത്ത് നടന്ന സംഭവമാണ്. എനിക്ക് ഈ ഗൂഗിളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ എൻ്റെ പേഴ്സണൽ നമ്പർ എടുത്തിട്ട് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിളിച്ചിട്ട് പല കാര്യങ്ങളും അവർ സംസാരിക്കാറുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പെട്ടെന്ന്. അതിലൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചൊരു കാര്യം. ഒരു അമ്മ വിളിച്ചിട്ട്, രാത്രിയാണ്, അവരെന്തോ ഒരു ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഫെഡപ്പായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് വിളിക്കുന്നത്. അവരുടെ സംസാരത്തിൽ അത് അറിയാൻ പറ്റുന്നുണ്ട്. അവരെന്നോട് ചോദിച്ചു, എൻ്റെ മോള് കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞ് ഉടയ്ക്കാണ്, പൊട്ടിക്കുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സാറേ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് വിളിച്ചേ? അല്ല മെൻ്റലിസ്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു അതെ. അല്ല സാറല്ലേ? ഞാൻ പറഞ്ഞു അല്ല, സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റോ ഒക്കെയാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾ അവരോടാണ് ഇത് പറയേണ്ടത്, എന്നോടല്ല. അപ്പോൾ അവർക്കത് വിശ്വാസമില്ല. കാരണം അവർക്ക് മെൻ്റലിസ്റ്റാണ് മാനസികമായിട്ട് ഇതിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരാൾ, മൈൻഡ് വെച്ച് പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു സാധനത്തിന് അവർ വിളിക്കുന്നത്. ശരിക്ക് അത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മെൻ്റലിസ്റ്റിനോട് പറയേണ്ട കാര്യമല്ല. ഇപ്പോൾ ഒരു കുട്ടി, യങ്സ്റ്റേഴ്സാണ് കൂടുതലും, അവരുടെ പ്രശ്നങ്ങളാണ് കൂടുതലും വരുന്നത്. കോട്ടയം ഭാഗത്ത് നിന്ന് എവിടുന്നതാണ്, ഞാൻ ഡീറ്റെയിൽസ് ചോദിക്കാൻ പോയില്ല, ചോദിക്കുന്നത് ശരിയല്ല. അത് എൻ്റെ ഉത്തരവാദിത്തം അല്ല, എൻ്റെ ഒരു തൊഴിലിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, ആ ഒരു വിഷയമല്ല, ഞാൻ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല. ഒരു കുട്ടി വിളിച്ചിട്ട് ചോദിച്ചു, സാർ എൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ അതുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഈ കുട്ടിക്ക് പ്രശ്നമുണ്ട്, അപ്പോൾ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനായിരിക്കുമോ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിസ്റ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് നോർമലി വിളിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഈ കുട്ടിക്ക് അറിയേണ്ടത്, എനിക്കതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എനിക്കതിനൊന്ന് നേരിട്ട് കാണണമല്ലോ, ഞാൻ ഈ ഓജോവേർഡ് വാങ്ങിച്ചാൽ നടക്കുമോ കാര്യങ്ങളെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള നിങ്ങൾ റോങ് നമ്പറാണ്, ഇങ്ങനെ എന്നെ വിളിച്ചത് മെൻ്റലിസത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ, ഞാൻ അത് കോൺവെർസേഷൻ കട്ട് ചെയ്തു. ഇതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിലൊരു പ്രശ്നമുള്ള എന്താണെന്നറിയോ, ഇപ്പോൾ ഒരാൾ വിളിച്ചു, ഇതേപോലെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറയും, സാർ ഒരു കാര്യം പറയാനുണ്ട്, മെൻ്റലിസ്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു അതെ മെൻ്റലിസ്റ്റ് ആണ്, പറയൂ എന്ന് പറഞ്ഞ് ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ട് ഒരു കൺസൾട്ടിങ് എടുത്ത് സംസാരിച്ചാൽ ഒരു പ്രശ്നം പറയാം. ഇയാൾ ചിലപ്പോൾ എന്നോടൊരു കൊലപാതകം, ഞാൻ ഒരാളെ കൊന്നു സാറേ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടു ഇല്ലേ? കാരണം എന്താ, എനിക്ക് നിയമപരമായിട്ട് കൺസൾട്ടിങ് എടുക്കാനുള്ള റൈറ്റ്സ് ഇല്ല, ഒരു മെൻ്റലിസ്റ്റിന് ഇല്ല ശരിക്കും. ഓക്കെ, അത് സത്യമായിട്ടുള്ള കാര്യം. മെൻ്റലിസം ആർട്ട് ഫോമാണ്. അപ്പോൾ ഈ കുട്ടി വിളിച്ചിട്ട് തന്നെ ഒരു കൊലപാതകം പറയുന്നു, എനിക്കത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം അറിയാതെ ഇപ്പോഴത്തെ കുറേ വളർന്നു വരുന്ന മെൻ്റലിസ്റ്റുകൾ ചെയ്യുന്നൊരു പ്രവണതയാണ്, ഇതുപോലെ ആൾക്കാർ വിളിക്കുമ്പോൾ ഇവരിത്, ഞാൻ മെൻ്റലിസ്റ്റ് ആണ്, നിങ്ങൾ കാര്യം പറയും, എനിക്ക് പരിഹരിക്കാം, ആ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കും. പക്ഷെ ഇവർ അറിയാതെ പെട്ടുപോകുന്നൊരു കാര്യം ഉണ്ടെന്ന് അറിയോ, ഇവരുടെ ഒരു പ്രശ്നം ചിലപ്പോൾ ഇവരുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയായിരിക്കും. അവരുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച എന്തെങ്കിലും അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. അത് ഈ മെൻ്റലിസ്റ്റിനോട് ഇവർ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കും. പോക്സോ ആണ്, ഈ മെൻ്റലിസ്റ്റ് അകത്ത് പോകും. കാരണം ഇങ്ങനൊരു കാര്യം കേട്ടാൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ ഈ കേട്ട ആളാരാ? മെൻ്റലിസ്റ്റ് ആണ്. നിയമപരമായിട്ടോ റെക്കോർഡിക്കലിയോ അതൊരു പ്രൂവൺ ആയിട്ടുള്ളൊരു സാധനമല്ല, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള സാധനം. ഇയാൾ എന്തുകൊണ്ട് ഈ കൺസൾട്ടേഷൻ എടുത്തു എന്നുള്ള ചോദ്യം വരും. അപ്പം അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി സോൾവ് ചെയ്യേണ്ട പല വിഷയങ്ങളും ഒരു മെൻ്റലിസ്റ്റിനെ വിളിച്ചിട്ട് ഒരു ക്വിക്ക് റിലീഫ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്കും അത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഒരു പരിധി വരെ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് മെൻ്റലിസ്റ്റുകൾ തന്നെയാണ്, ഞാനടക്കമുള്ള മെൻ്റലിസ്റ്റുകൾ തന്നെയാണെന്ന് പറയും. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മുടെ പെർഫോമൻസിൽ അവർ കാണാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മരിച്ചുപോയ ഒരാൾ മുന്നിൽ കാണിച്ചു കൊടുക്കുക, അപ്പോൾ അവരുടെ പ്രശ്നം ചിലപ്പോൾ അതായിരിക്കും, ഈ ഒരു ട്രോമ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ റിയലായിട്ട് കാണിക്കുന്ന ആൾ മെൻ്റലിസ്റ്റാണ്. അപ്പോൾ ഇവർക്ക് എല്ലാ പ്രശ്നങ്ങളും ഇൻസ്റ്റൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ വിളിക്കുന്നത്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണത്. അവർ വിളിക്കുന്നതിൻ്റെ സാഹചര്യം കൂടിയുണ്ട്. ഒന്നുകിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട്, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. അപ്പോഴും അവർ എവിടെ പോകുന്നില്ല, ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും ഒന്നും പോകുന്നില്ല. എനിക്ക് തോന്നുന്നു അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ശരിക്ക് ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ, ഞാൻ സംസാരിക്കുന്ന ആളല്ല. കാരണം മെൻ്റലിസം എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ആർട്ട് ഫോമാണ്, ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു എനിക്ക് സംസാരിക്കേണ്ടി വന്ന ഒരു അവസ്ഥയില്ലേ. കേരളത്തിലെ ആൾക്കാരുടെ മാനസിക ആരോഗ്യം അത്ര നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാനും കരുതുന്നില്ല. കാര്യം, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട ഒരു കാര്യം ചിലപ്പോൾ കുട്ടികളുടെ ഒരു ചെറിയ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്സഷന്റെ കാര്യമായിരിക്കാം. പക്ഷേ അവര് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് ഒളിച്ചും പാത്തുമാണ് ഇപ്പൊ പോകുന്നത്. കാര്യം, നേരെ ഒരു സൈക്കോളജിസ്റ്റ് അടുത്ത് പോകാൻ ഇപ്പോഴും മാതാപിതാക്കൾക്ക് മടിയാണ്. അത് ഞാനൊക്കെ വന്ന സാഹചര്യം, എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ഈ അടുത്ത റീസെൻ്റ്ലി ആണ്.
അപ്പോൾ മുമ്പ് രക്ഷിതാക്കൾ പറഞ്ഞു ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ അന്നുണ്ടായ ചുറ്റുപാടുണ്ട്. അതായത് ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു സാധനം ഉണ്ട് അവിടെ കിടക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ടെക്നോളജിയും ശാസ്ത്രവും ഇത്രയും വളർന്നിട്ടും ഇതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ. വിദേശത്തൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ വന്നു അല്ലെങ്കിൽ കൈക്കൊരു വേദന വന്നു, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. പക്ഷേ മെന്റൽ ഒരു മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞ സാധനത്തിന് ഇപ്പോഴും കേരളത്തിൽ ആർക്കും അറിയില്ല, അല്ലെങ്കിൽ അതിന് ഇങ്ങനൊരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം വളരെ ഭീകരമാണ് ശരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർ ചോദിക്കും, ഇപ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ മെഡിസിൻ പ്രിഫർ ചെയ്യില്ലേ? കാരണം മെഡിസിൻ എടുക്കേണ്ടതാണെങ്കിൽ മെഡിസിൻ എടുത്തേ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയോ എന്നുള്ളത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലേ അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് അവരാണ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ചോദിച്ചത് എന്നോട്, ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മരുന്ന് കഴിച്ചാൽ എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും അതും അറിയാത്തൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പം ഒരാളൊരു മാനസികാവസ്ഥയിൽ എത്തുന്നത് അവരുടെ ആ ഒരു അവസ്ഥ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. ഫോർ എക്സാമ്പിൾ ഒരാൾ ഡിപ്രഷനിലേക്ക് പോകുന്നതൊക്കെ ഈ ഹോർമോൺ ഡെവലപ്പ് ചെയ്തിട്ടാണ്. അപ്പം മെഡിസിൻ കൊടുക്കുന്നത് ഈ ഹോർമോണിനെതിരെയാണ്. അപ്പോൾ അല്ലാതെ ഈ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇതുപോലുള്ള ഹോർമോൺസ് ഡെവലപ്പ് ആവുന്നതുകൊണ്ട് വരുന്ന മെഡിസിൻ കൊടുത്ത് മാറ്റുക എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ കണ്ടതാ ദുബായിലൊരു ഷോയ്ക്ക് പോയപ്പോൾ കസേരകളി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിലൊരു കുട്ടി പുറത്തായി. ആ കുട്ടിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആ കരഞ്ഞ് അവിടെ ഒറ്റയ്ക്കിരുന്ന് എനിക്ക് കണ്ടിട്ട് സങ്കടമായി പോയി. കാരണം ഒരു കസേര കളിയിൽ കസേര കിട്ടാതെ ആയപ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എങ്ങനെ പോയി എന്നുള്ളത് ഞാൻ കണ്ടതാ. അതേ അവസ്ഥയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കൾ സ്ട്രെസ്സിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് അവരുടെ മാനസിക അവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞാൽ ഈ ആഫ്റ്റർ കൊറോണ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നു. ഇപ്പോഴും അത് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എടുക്കുന്ന സ്ട്രഗിളിന്റെ ഇടയിൽ കുട്ടികളുടെ കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സമയമാണ് രക്ഷിതാക്കൾക്കും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കുന്നുണ്ട്.